എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 150 സങ്കീർത്തനത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കട്ടെ. സങ്കീർത്തനം 150 5ഉം 6ഉം വാക്യങ്ങൾ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. 150 സങ്കീർത്തനത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് എല്ലാ വാദ്യോപകരണങ്ങളോടും കൂടെ യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ളതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിയാവുന്ന വാദ്യ ഉപകരണങ്ങൾ ദൈവ സ്തുതിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ മനോഹരമാകുന്നു, സ്തുതി ഉചിതമാകുന്നു. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്, ശരീരത്തിലെ യാതൊരു അവയവങ്ങളും ഇവിടെ പ്രവർത്തനരഹിതമായിരിക്കുന്നില്ല. ദൈവത്തെ സ്തുതിക്കുന്നതിൽ സകലവും പ്രവർത്തന നിരതമാണ്. കാഹളം ഊതുമ്പോൾ ശ്വസനേന്ദ്രിയം പ്രവർത്തനോന്മുഖമാകുന്നു. വീണയും അതുപോലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കൈവിരലുകൾ ആവശ്യമാണ്. കൈത്താളങ്ങളെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ കൈകളുടെ മുഴുവൻ അധ്വാനവും ആവശ്യമുണ്ട്. നൃത്തം ചെയ്യുമ്പോൾ പാദങ്ങൾ ചലിക്കുന്നുണ്ട്, കമ്പിനാദങ്ങളുണ്ട്, ഇലത്താളം ഒന്നിന്മേൽ ഒന്ന് പതിക്കുന്നു. ഇവയെല്ലാം ചേർന്ന് മധുരതരമായ സംഗീതമായിത്തീരുന്നു. ഈ ബഹുവിധമായ ഉപകരണങ്ങളുടെ വ്യത്യസ്തത ഒരു ആത്മീയ മനുഷ്യൻ്റെ വ്യത്യസ്ത അവസ്ഥകളെ സൂചിപ്പിക്കാനും കൂടി ഉപയോഗിക്കാം. അതോടൊപ്പം ദൈവത്തെ കണ്ടെത്തിയതിൽ അവനുള്ള സന്തോഷത്തിൻ്റെ മഹിമാധിക്യത്തെ അത് വെളിപ്പെടുത്തുന്നു. ദൈവത്തെ ആരാധിക്കാൻ ആത്മാവിൽ അദമ്യമായ അഭിവാഞ്ചയും തീവ്രമായ അഭിലാഷവും വേണം. ദൈവിക ആരാധകരുടെ ഇടയിൽ ഐക്യത്തിൻ്റെ സ്വരമാധുര്യം ഉണ്ടാകണമെന്നും അത് പഠിപ്പിക്കുന്നു. ആരാധകരുടെ ഉള്ളത്തിൽ കൃപയോടുകൂടിയ സംഗീതം നിറയണം. അങ്ങനെ ദൈവിക സ്തുതിയുടെ മഹിമാധിക്യം അനാവൃതമാകണം. കുഴൽ, തന്ത്രിനാദം, കാഹളനാദം മുതലായ ഉപകരണങ്ങളോ ശരീരത്തിൻ്റെ നിലയോ ഒന്നും തന്നെ ഐക്യത്തിലുള്ള ദൈവിക ആരാധനയുടെ പരിപൂർണതയോളം എത്തുന്നില്ല. ഇത് നമുക്കൊരു മുന്നറിയിപ്പായും സ്വീകരിക്കണം. ഓരോ വാദ്യോപകരണങ്ങളും വ്യത്യസ്തമായ സ്വരങ്ങളും ശബ്ദങ്ങളുമൊക്കെയാണ് നൽകുന്നത്. ചെണ്ടയും മദ്ദളവും തമ്പേറും അതുപോലെ തന്നെ വീണയും തമ്പുരുവും വയലിനും ഓർഗണും ഒക്കെ അതിനൊക്കെ വ്യത്യസ്തതകളുണ്ട്. ഈ വ്യത്യസ്തതകളെല്ലാം ഒന്നിച്ചൊരു ശ്രുതിയിലേക്ക് വരുമ്പോൾ എത്ര മനോഹരമാണ് അത് കേൾക്കാൻ, ആസ്വദിക്കാൻ. മനുഷ്യരും ഇങ്ങനെയാണ്, വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതകളെല്ലാം ഒന്നിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് എത്ര മനോഹരമായിരിക്കും. ദൈവം അത് സ്വീകരിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്നാൽ ഇന്നത്തെ ഒരു ആത്മീയ ലോകത്തിൽ അടുത്ത് നിൽക്കുന്നവനോടുള്ള പകയാണ് മനസ്സിൽ കനൽ പോലെ എരിയുന്നത്. ആ കനലിൻ്റെ മുകളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ കൂടി വരുന്ന ജനം. വിരോധാഭാസമാണ്. നമ്മുടെ സ്തുതി ദൈവസന്നിധിയിൽ എത്താൻ സാധ്യത കുറവാണ്. ഏകമായി ദൈവത്തെ സ്തുതിപ്പീൻ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഉപദേശിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. വിവിധ ഇനം സംഗീത ഉപകരണങ്ങളെക്കുറിച്ച് സെൻറ്റ് പാട്രിക്ക് രസാവകരമായ ഒരു വിവരണം 149 സങ്കീർത്തനത്തിൽ നൽകുന്നു. അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എത്രൂറിയയിലെ പുരാതന നിവാസികൾ കാഹളം ഉപയോഗിച്ചിരുന്നു. ആർക്കേഡിയൻസ് വിസിലാണ് ഉപയോഗിച്ചിരുന്നത്.
സിസിലിയൻസ് പെക്റ്റിക് എന്ന ഒരുതരം വാദ്യോപകരണം ഉപയോഗിച്ചിരുന്നു. ക്രേത്ത നിവാസികൾ തന്ത്രിനാദം ഉപയോഗിച്ചിരുന്നു. ട്രേഷ്യന്മാർ കാഹളം പോലുള്ള ഒരുതരം സംഗീതോപകരണം ഉപയോഗിക്കുക പതിവായിരുന്നു. ലാസിഡോണിലെ ആളുകൾ കുഴൽ ഉപയോഗിച്ചിരുന്നു. ഈജിപ്തുകാർ ചെണ്ട, മദ്ദളം മുതലായവയും. അറബികൾ ഇലത്താളവും ഉപയോഗിക്കുക പതിവായിരുന്നു. ഈ സങ്കീർത്തനത്തിൽ നാം സംഗീത ഉപകരണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുകയല്ല, നേരെ മറിച്ച് വർണ്ണനാതീതമായ ഭാവഭേദങ്ങളെയും സന്തോഷാധിക്യത്തെയും പ്രകടിപ്പിക്കാൻ മനുഷ്യരുടെ ഇടയിലുള്ള വിവിധങ്ങളായ ശൈലികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ വായിച്ച വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ശ്വാസമെല്ലാം യഹോവയെ സ്തുതിക്കട്ടെ. ലെറ്റ് ഓൾ ബ്രീത്ത് പ്രൈസ് ഹിം. ജീവജാലങ്ങളെല്ലാം സ്തുതിക്കട്ടെ എന്നർത്ഥം. അവൻ അവർക്ക് ശ്വാസം കൊടുത്തു, അവർ അവൻ്റെ സ്തുതി ഉച്ഛ്വസിക്കട്ടെ. എബ്രായ ഭാഷയിൽ ദൈവത്തിൻ്റെ നാമം ഉണ്ടായിരിക്കുന്നത് അക്ഷരങ്ങളെക്കാൾ ഉപരി ഘോഷസ്വരത്തിൽ നിന്നാണ്. ലെറ്റസ് ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന്, അതായത് ബ്രീത്തിങ്സിൽ നിന്നാണ്. ശ്വാസം അവനിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് ശ്വാസം അവനായി ഉപയോഗിക്കണം. ജീവനുള്ളതൊക്കെയും എന്ന് പറഞ്ഞാൽ ശ്വാസമുള്ളതൊക്കെയും നിത്യവും അനന്തവുമായ സ്തുതിയിൽ പങ്കുചേരട്ടെ. ചെറിയവരും വലിയവരും നിരന്തരം ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ചേർന്ന് ജീവദാതാവായ ഏക സത്യദൈവത്തെ ആരാധിക്കുന്ന ആ ദിവസം എത്രയോ മഹനീയമായിരിക്കും. ദൈവസഭയുടെ ആത്യന്തികമായ വിജയമായിരിക്കും അത്. സങ്കീർത്തനങ്ങൾക്ക് ഇതിൽ പരം പ്രഭാപൂരവും മനോഹരവുമായ ഒരു സമാപ്തി ഇല്ല. ഈ സങ്കീർത്തനം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഭക്തിയാദരപൂർവമായ സ്വരങ്ങളുടെ സംഗമം ഇവിടെയുണ്ട്. സങ്കീർത്തനത്തിൻ്റെ സമാപ്തിയിലെ ഈ അത്യുത്സാഹം സഭയ്ക്ക് ലഭിക്കാൻ പോകുന്ന ആത്യന്തിക വിജയത്തിൻ്റെ ഒരു നിഴലാണ്. അനവധിയായ ഉപദ്രവങ്ങൾക്കൊടുവിൽ സഭാഗാത്രത്തിലെ കാത്തിരിക്കുന്ന എല്ലാ അംഗങ്ങളും അവരുടെ നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിക്കും. യഹോവയെ സ്തുതിക്കുവിൻ, ഒരിക്കൽ കൂടി ഹല്ലേലൂയ. അങ്ങനെ ഈ സങ്കീർത്തനം സ്തുതിയുടെ നാദത്തോടെ പൂർത്തിയാക്കുന്നു. ഭക്തിയാൽ ഉജ്ജ്വലിക്കുന്ന ഒരു വാക്കിനാൽ സങ്കീർത്തനങ്ങൾ സമാപിക്കുന്നു. അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ ഒരു നിമിഷം ശാന്തമായിരുന്നിട്ട് നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനം മുതലാണ് നമ്മൾ ധ്യാനിച്ച് തുടങ്ങിയത്. 150-ാം സങ്കീർത്തനം അവസാന വാക്യം വരെ ധ്യാനത്തിന് വിധേയമാക്കി. ഒരു മനോഹരമായ ഫിലിം കണ്ടുകൊണ്ടിരുന്ന് അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അയ്യോ അത് തീർന്നുപോയി, അല്പം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നത് പോലെ സങ്കീർത്തനം 1 മുതൽ 150 വരെ ധ്യാനിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇനിയും ഉണ്ടായിരുന്നേൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഒരു വികാരം നമ്മുടെ മനസ്സിലുണ്ടാവും. അത് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അത്രമാത്രം ധ്യാന നിമഗ്നരായി നമ്മളിതിൽ പങ്കുചേരണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. 150 സങ്കീർത്തനങ്ങളുടെ എല്ലാ വാക്യങ്ങളും ധ്യാനത്തിനായി നമ്മൾ ഉപയോഗിച്ചു. ഏറെക്കുറെ 1.5 വർഷത്തിന് അധികമായി നമ്മളിത് ഒരു പരമ്പരയായി തുടരുന്നു. ഇതിൽ പങ്കുചേർന്ന ഒരുപാട് ആളുകളുണ്ട്. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ധാരാളം ആളുകൾ ഈ ധ്യാനത്തിൽ പങ്കാളികളായി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു പുസ്തകത്തിലേക്ക് നാളെ മുതൽ നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതികളിന്മേൽ വസിക്കുന്ന വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടി ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സാധ്യതകളുടെ ഒരു പ്രഭാതം ദാനമായി നൽകിയല്ലോ.
ഇന്നത്തെ പകൽക്കാലം ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിപ്പാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ യാത്രകളിലും ജോലിവേലകളിലും വ്യാപാര സംബന്ധമായ ഇടങ്ങളിലും ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കരുണ നൽകണമേ. അവിടുന്ന് ഞങ്ങളെ അനാഥരായി തള്ളിക്കളയുന്ന ദൈവമല്ലല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും സാന്നിധ്യം നൽകണമേ. ആലോചന ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതുവർഷം ദാനമായി നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും ആലോചനയും വഴി നടത്തലും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.